അങ്ങനെ പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞു അല്ലേ. എൻ്റെ പ്രാക്ടിക്കൽ എക്സാംസ് ഇന്നലെയാണ് കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ എനിക്ക് നല്ല പനിയും വന്നു. ആൻഡ് ഇന്ന് ഞാൻ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ആ ഒരു മെമ്മറീസൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു ജേർണൽ ചെയ്യാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള റെക്കോർഡ്സിന് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള നെയിം സ്ലിപ്സുമൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒന്നിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും കിട്ടില്ലല്ലോ. പക്ഷേ എനിക്ക് കെമിസ്ട്രീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് കട്ടിങ്സൊക്കെ വെച്ചിട്ട് ഞാനൊരു ജേർണൽ ലൈക്ക് ഒരു മെമ്മറബിൾ ആണ്, നോട്ട് അൻ എസ്തെറ്റിക് ഓർ നോട്ട് വൺ ദാറ്റ്. എനിക്കിഷ്ടമുള്ള ലൈക്ക് കാണുമ്പം ആ ഒരു സംഭവങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. എനിക്ക് പ്രാക്ടിക്കൽസൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. ഫിസിക്സ് എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല, ബട്ട് ഫിസിക്സ് എക്സാമും എനിക്ക് ഫിസിക്സ് എക്സാം കഴിഞ്ഞപ്പം എനിക്കതും ഭയങ്കരമായിട്ട് ഇഷ്ടം വന്നു. ആൻഡ് കെമിസ്ട്രി ആയാലും സോളജി, ബോട്ടണി ആൻഡ് മാത്സ് എനിക്ക് ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്നും ഒരുപാട് ചെയ്യുന്നത് കൊണ്ട് തന്നെ മാത്സൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, കഴിഞ്ഞോ? ആൻഡ് എന്തൊക്കെയാണ് അവസ്ഥ? നമ്മൾ എക്സാംസൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പുറത്ത് വരുന്ന സമയത്ത് നമ്മൾ ഡ്രില്ല് ചെയ്തിട്ടുള്ള റെക്കോർഡ് കാണുമ്പം എനിക്കെല്ലാം കാണുമ്പോൾ നല്ല സന്തോഷം കേട്ടോ തോന്നിയോ. ഇനി ഇത് ചെയ്യണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് നല്ലൊരു സന്തോഷമാണ് വന്നത്. പക്ഷേ എനിക്ക് ഫിസിക്സ് കണ്ടപ്പം ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അതിൻ്റെ ഗ്രാഫൊക്കെ ഞാൻ ഒരുപാട് സമയമെടുത്ത് വരച്ചതായിരുന്നു. കാരണം ഈ ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ ഒക്കെ സ്കെയിൽസ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഏകദേശം കറക്റ്റ് അപ്രോക്സിമേറ്റ്ലി എങ്കിലും നമ്മൾ ചെയ്ത വാല്യൂം ഗ്രാഫിലെ വാല്യൂം സിമിലർ ആവാൻ വേണ്ടിയിട്ട് ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെയൊക്കെ ഒരുപാട് തവണ മാറ്റി വരച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫിസിക്സ് ഡ്രിൽ ചെയ്തപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഡ്രിൽ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ഇത് തോന്നിയില്ല. ദെൻ സുവോളജി നമ്മൾ ഡയഗ്രാംസ് വരക്കില്ല. ഡയഗ്രാം വരക്കാനൊക്കെ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതങ്ങനെ ഒരു എഫോർട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. നെക്സ്റ്റ് പേജിൽ എനിക്ക് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന ഡയഗ്രാംസൊക്കെ വരച്ച് വെച്ചു. മെയിനായിട്ടുള്ള വിസറ, പിന്നെ മോണോകോട്ട് സ്റ്റെം, അങ്ങനത്തെ ഒക്കെ. പിന്നെ എനിക്കുള്ള കുറച്ച് മെമ്മറീസൊക്കെ എഴുതി വെച്ചു. കുറച്ച് നല്ല മെമ്മറീസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എഴുതി വെച്ചു. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.